ഇറാനുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ പ്രതിദിനം എത്ര പണം ചിലവഴിക്കുന്നു എന്നതിന്റെ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇറാനെതിരായ പ്രാരംഭ സൈനിക നടപടികളിൽ ഇസ്രായേലിന്റെ ചിലവ് ഗണ്യമായി വർദ്ധിച്ചതായിട്ടാണ് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. എനെറ്റ് ന്യൂസിന്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് ദേശീയ മാധ്യമം ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ഏതൊരു രാജ്യവും സ്വന്തം രാജ്യത്തിന്റെ വിജയത്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര വിലയേറിയ ആയുധങ്ങളും വാങ്ങി സ്വന്തം രാജ്യത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അവിടുത്തെ നേതാക്കൾ. ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം കഴിഞ്ഞ 8 ദിവസമായി തുടരുകയാണ്. മിസൈലുകൾ, ഡ്രോണുകൾ, യുദ്ധവിമാനങ്ങൾ എന്നിവ ഉപയോഗിച്ച് ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമിക്കുകയാണ്. ഒരു വശത്ത് ഗാസയിൽ ഹമാസുമായി ഇസ്രായേൽ യുദ്ധം തുടരുമ്പോൾ മറ്റൊരു വശത്ത് ഇറാനുമായി പോരാടുകയാണ്. ഈ യുദ്ധത്തിൽ സൈനിക പ്രവർത്തനങ്ങൾക്കായി പ്രതിദിനം ദശലക്ഷക്കണക്കിന് ഡോളറാണ് ഇസ്രായേലിന് ചിലവഴിക്കേണ്ടി വരുന്നത്. ഇറാനുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ പ്രതിദിനം 62 ബില്യൺ രൂപ ചിലവഴിക്കേണ്ടി വരുമെന്നാണ് ഒരു റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഇറാനെതിരായ പ്രാരംഭ സൈനിക നടപടികളിൽ ഇസ്രായേലിന്റെ ചിലവ് ഗണ്യമായി വർദ്ധിച്ചതായി ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. എനെറ്റ് ന്യൂസിന്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് ദേശീയ മാധ്യമം ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത്. ഈ വാർത്തയിൽ ഇസ്രായേൽ പ്രതിരോധ സേനയിലെ വിരമിച്ച ബ്രിഗേഡിയറെ ഉദ്ധരിച്ച് ഈ നടപടിയുടെ ആദ്യ 48 മണിക്കൂറിനുള്ളിൽ 1.4 ബില്യൺ ഡോളർ ചെലവഴിച്ചതായി വ്യക്തമാക്കുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും ഈ ചിലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇറാനുമായുള്ള ഈ യുദ്ധത്തിൽ ഇസ്രായേൽ ഇപ്പോൾ എല്ലാ ദിവസവും ഏകദേശം 725 മില്യൺ ഡോളർ സൈനിക പ്രവർത്തനങ്ങൾക്കായി ചിലവഴിക്കുന്നുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. സർക്കാർ സാമ്പത്തിക ഉപദേഷ്ടാക്കളുടെ അഭിപ്രായത്തിൽ ജെറ്റ് ഇന്ധനത്തിനും ആയുധങ്ങൾക്കുമായി മാത്രം രാജ്യം പ്രതിദിനം ഏകദേശം 300 മില്യൺ ഡോളർ ചിലവഴിക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കൂടാതെ യുദ്ധം രാജ്യത്തിന്റെ ആഭ്യന്തര ഉൽപാദനത്തെയും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം സൈന്യത്തിനായുള്ള ചിലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കരുതൽ സൈനികരെ സൈന്യത്തിൽ ഉൾപ്പെടുത്തുകയും യുദ്ധമുനയിൽ വിന്യസിക്കുകയും ചെയ്യുന്നു. സൈന്യത്തിൽ കരുതൽ സൈനികരെ ഉൾപ്പെടുത്തുന്നതിനായി പ്രതിദിനം 27 മില്യൺ ഡോളർ ചിലവഴിക്കുന്നുണ്ട്. ഇതിനു പുറമെ ഇറാനിയൻ മിസൈലുകൾ തടയാൻ ഉപയോഗിക്കുന്ന ഇന്റർസെപ്റ്ററുകൾക്കായി ഇസ്രായേൽ എല്ലാ ദിവസവും ധാരാളം പണം ചിലവഴിക്കേണ്ടതുണ്ട്. ഈ ഇന്റർസെപ്റ്ററുകൾ ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. കൂടാതെ ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേലിലെ കെട്ടിടങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഈ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനും ഇസ്രായേൽ ധാരാളം പണം ചിലവഴിക്കേണ്ടി വരുമെന്നും വ്യക്തമാകുന്നു. കൂടാതെ ഇറാനിലെ പ്രധാന ആണവ നിലയമായ അറാഖ് നിലയം മിസൈൽ ആക്രമണത്തിലൂടെ തകർത്ത് ഇസ്രായേൽ. ആക്രമണത്തിന് മുന്നോടിയായി ഇസ്രായേൽ സൈന്യം സോഷ്യൽ മീഡിയയിലൂടെ ആണവ നിലയം ആക്രമിക്കുമെന്ന മുന്നറിയിപ്പ് നൽകുകയും ആളുകളോട് ഒഴിയാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ആണവ നിലയം തകർന്നെങ്കിലും അണുവികരണമുണ്ടായതായി ഇതുവരെ റിപ്പോർട്ടുകളില്ല. ടെഹ്റാനിൽ നിന്ന് 280 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായിട്ടാണ് ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ നിർമ്മാണം പൂർത്തിയായിരുന്നില്ല. അടുത്ത വർഷത്തോടെ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കാനാണ് ഇറാൻ പദ്ധതിയിട്ടിരുന്നത്. അതേസമയം സൈനിക ആക്രമണങ്ങൾക്ക് പുറമെ ഇറാന് നേരെ ഇസ്രായേലിന്റെ സൈബർ ആക്രമണവും തകൃതിയായി നടക്കുന്നുണ്ട്. പുതിയ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് മേധാവി നിയമിച്ച് ഇറാൻ. ബ്രിഗേഡിയർ ജനറൽ മജീദ് ഖദാമിയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ പുതിയ തലവനായി നിയമിച്ചത്. കഴിഞ്ഞയാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുഹമ്മദ് ഖസേമിക്ക് പകരമാണ് മജീദ് ഖദാമിയെ ചുമതലയേറ്റത്. ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർനയാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. ഞായറാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ റവല്യൂഷണറി ഗാർഡ് ഉദ്യോഗസ്ഥരായ ഹസൻ മൊഹാഗെക്, മൊഹസെൻ ബഗേരി എന്നിവരും കൊല്ലപ്പെട്ടിരുന്നു. ജൂൺ 13 ഹൊസൈൻ സലാമി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് മേജർ ജനറൽ മുഹമ്മദ് പാക്പോർ ആണ് ഈ സ്ഥാനത്തിരുന്നത്. പിന്നീട് മുഹമ്മദ് പാക്പോർ ആണ് ബ്രിഗേഡിയർ ജനറൽ മജീദ് ഖദാമിയെ റവല്യൂഷണറി ഗാർഡ്സ് ചീഫായി മജീദ് ഖമാദിയെ നിയമിച്ചത്. കഴിഞ്ഞയാഴ്ച ഇറാനിലെ ആണവ സൈനിക കേന്ദ്രങ്ങൾ ഇസ്രായേൽ ശക്തമായ വ്യോമാക്രമണം നടത്തിയിരുന്നു. ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നതിനൊരുങ്ങുകയാണെന്ന് ഇസ്രായേൽ പ്രതികരിച്ചിരുന്നു. എന്നാൽ ഈ വാദത്തെ ഇറാൻ പൂർണ്ണമായും തള്ളിയിരുന്നു. ഇസ്രായേലിന്റെ കടുത്ത ആക്രമണത്തിൽ ഇറാന്റെ നിരവധി IRGC ഉന്നത ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് ഇറാൻ നടത്തിയ പ്രത്യാക്രമണത്തിൽ ഇസ്രായേലിനെ ഒരു ആശുപത്രി തകർത്തിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനിയെ മുഹമ്മദ് പാക്പോറിനെ ചീഫായി നിയമിച്ചപ്പോൾ ഇനി നരകത്തിന്റെ കവാടങ്ങൾ തുറക്കുമെന്ന് ഇസ്രായേലിനോട് ഭീഷണി മുഴക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.